ഹലോ. അപ്പം നമ്മുടെ ബിഗ് ബോസ് എപ്പിസോഡ് 14 റിവ്യൂ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു ജഡ്ജസ് പിണങ്ങി ഇറങ്ങി പോകുന്നതും ഒക്കെ കണ്ടു. അപ്പം ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് എപ്പിസോഡിൽ നടന്നത്, എന്താണ് അവർക്ക് കൊടുത്ത ടാസ്ക് എന്നൊക്കെ നമുക്ക് സംസാരിക്കാം. ആദ്യം തന്നെ നമ്മുടെ റിനീഷ വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജഡ്ജസ് സംസാരിക്കുകയാണ്, ഇന്നലത്തെ ബാക്കി എന്നോണം സംസാരിക്കുകയാണ്. അതിൽ പറയാണ്, നിങ്ങൾ ഇതിൽ വന്നേക്കുന്നത് നിങ്ങൾക്ക് ബിഗ് ബോസിൽ കയറാനുള്ള ഒരു വഴി എന്നോണമാണ് ഈ അഗ്നി പരീക്ഷ. ഇവിടെ ഇത്രയും പൈസ മുടക്കി ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ, ആ ഒരു ഗെയിമിൽ നിങ്ങൾ ആ രീതിയിലെടുത്ത് ഗെയിം കളിക്കുക എന്നൊക്കെ രീതിയിൽ അഖിൽ പറയുന്നുണ്ട്. രഞ്ജിനി പറയുന്നത് ഇവിടെ മത്സരം എന്താണെന്ന് പോലും അറിയാതെ കുറച്ച് പേര് വന്നിട്ടുണ്ട്, അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് കാണിക്കാനും അതുപോലെ തന്നെ അവരുടെ ആ ഒരു സൽസ്വഭാവി സർട്ടിഫിക്കറ്റ് കാണിക്കാനും ഒക്കെയാണ് ആൾക്കാരിവിടെ പലരും വന്നേക്കുന്നത്. ആടിനെ പട്ടിയാക്കുകയാണ് അവർ ചെയ്യുന്നത്. അഹങ്കാരം ധാർഷ്ട്യം ഇതൊക്കെ മുന്നിൽ നിൽക്കാൻ ഇവിടെ പലരും ആ രീതിയിലാണ് പലരും പെരുമാറുന്നതെന്ന് പറയണം. എനിക്കും തോന്നിയെന്ന് വെച്ചാലുണ്ടല്ലോ, ഇതിനകത്തൊരു കാര്യം പറയണം. ഇപ്പം നമ്മൾ ഇതിനകത്ത് ആദ്യം ഈ വോട്ടിങ്ങിന് മുൻപ് വരെ ഇവരെല്ലാം ജഡ്ജസിനെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം വോട്ടിങ് വന്ന് കഴിഞ്ഞപ്പം തൊട്ട് ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ മനസ്സിലായി, ജനങ്ങൾ ഇത് നമ്മളെ ജയിപ്പിച്ച് വിട്ടേ പറ്റത്തുള്ളൂ. ആ ഒരു സമയത്ത് ഇവർ മിക്കവരും ശരിയാണ് ഫ്രണ്ട്ഷിപ്പ് ഇതെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നും മിണ്ടാതെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പലരും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു സൽസ്വഭാവിയായിട്ട് നിന്ന് അങ്ങനെ നല്ലൊരു മനുഷ്യനായിട്ട് കാണിച്ചിട്ട് അങ്ങനെ അകത്ത് കയറാം അങ്ങനെ വിചാരിച്ച് പലരും ഈ വോട്ടിങ് തുടങ്ങിയപ്പം തൊട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പലർക്കും ഇതിനകത്ത് വന്നിരിക്കുന്ന മാറ്റം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഓക്കെ, ഫ്രണ്ട്ഷിപ്പിന് ഇത്രയും വില കൊടുക്കുന്നവരല്ല നിങ്ങൾ, അതുകൊണ്ട് തന്നെ ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആദ്യത്തെ ടാസ്ക് കൊടുക്കുകയാണ്. അപ്പം ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാരം അളക്കുന്ന ഒരു ടാസ്ക്കാണ്. അതായത് 6 ടീമുകളായിട്ട് തിരിയണം, 2 പേര് വെച്ച്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടെന്ന് നിങ്ങൾ കരുതുന്ന ഒരാളെ വേണം നിങ്ങൾ ഇതിനകത്ത് കൂട്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പം ഇവിടെ 2 പേരടങ്ങുന്ന ടീം. അപ്പോൾ ഇവിടെ ഷിജുലാലും ഷാമോനും ഒരു ടീം ആയാൽ മതി നമ്മുടെ ജഡ്ജസ് പറയാണ്, കാരണം അവർ ഭയങ്കര ഫ്രണ്ട്സ് ആണല്ലോ. അത് കഴിഞ്ഞിട്ട് താഷിയും അഫിയാനാസും ഒരു ടീമാവുന്നു. എൽദോ ഷിബിന, സോന പൂജ, ഷിജിൻ ലൊലീറ്റ, രാകേഷ് ശ്യാം. ഇവിടെ എല്ലാവരും ആദ്യം തന്നെ ഓരോരുത്തരെ കൂട്ടുപിടിച്ചു. അവസാനം ആരും ഇല്ലാതെ വന്നപ്പോഴാണ് ഈ സോനയും പൂജയും ഒരു ടീം ആയത്. അല്ലെങ്കിൽ ഇവർ സത്യം പറഞ്ഞാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്നവരാണ്. പക്ഷെ ആരും ഇല്ലാതെ അവസാനം വന്നപ്പോഴാണ് ഇവർ 2 പേരും ഒരു ടീമായത്. ഇതിൻ്റെ ഇടയ്ക്ക് ലൊലീറ്റയും ഷിജിനും ഒരു ഇതാവുന്നുണ്ട്. അപ്പം ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെയാണ് നിങ്ങളിവിടെ ടീമാക്കാണ്. അപ്പോൾ ഷിജിനും ലൊലീറ്റയും എന്തുകൊണ്ടാണ് ടീമായത്? കാരണം എപ്പോഴും ലൊലീറ്റ പറയുന്ന രാകേഷ് അല്ലെങ്കിൽ രാകേഷുമായിട്ട് ഷിജുലാലുമായിട്ടൊക്കെയാണ് കൂടുതൽ അടുപ്പം. അപ്പം ഇല്ല, ഷിജിനുമായിട്ട് ഞാൻ ഭയങ്കര കൂട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷിജിൻ പറഞ്ഞില്ല, ഒരിക്കലും ഇല്ല, ഞാൻ അങ്ങനെ ഇവിടെ ആരുമായിട്ട് ഒരു കമ്പനിയില്ല. അവിടെ കിടന്ന് ലൊലീറ്റ കുറച്ച് ഉരുണ്ട് കളിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഈ ടാസ്കിൽ നിന്ന് ഔട്ടാവുന്ന സോനയും പൂജയാണ്. ഇവിടെ സോനയാണ് പൂജ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. പക്ഷെ അത് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല, ആദ്യം തന്നെ ഔട്ടായി. അപ്പോൾ സോന പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കേണ്ട ഇതില്ല, കാര്യമില്ല, ഭാരം ചുമക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ തമ്മിൽ അത്രയ്ക്കുള്ള സൗഹൃദം ഇല്ല. അത് ശരിയാണ്, അവർ തമ്മിൽ അങ്ങനെ ഒരു സൗഹൃദമില്ല. ആരും അവസാനം ഇല്ലാതെ വന്നപ്പോഴാണ് ഇവർ 2 പേരും ഒരു ടീമായിട്ട് മാറിയത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഔട്ടാവുന്നത് താഷിയും അഫിയാനാസും ആണ്. ഇവിടെ അഫിയാനാസാണ് താഷീനെ എടുത്ത് നിന്നത്, പക്ഷെ അവർ രണ്ടാമത് ഔട്ടായി. മൂന്നാമത് ഔട്ടാവുന്നത് ഷിജിനും ലൊലീറ്റയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജഡ്ജസ് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇത് മണ്ടയ്ക്കിരിക്കുന്ന ആൾക്കാണ് എന്തെങ്കിലും ഒരു പവർ കിട്ടുന്നത്. ഇത് എടുത്തുകൊണ്ട് നിൽക്കുന്ന ആൾക്ക് ഒരു പവറും കിട്ടില്ല. ജയിച്ചാലും ഇപ്പോൾ ഒരു ടീം ജയിച്ചാലും അതിനകത്ത് എടുത്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കൊന്നും കിട്ടുന്നില്ല. ആ മുകളിൽ ആരാണോ ഇരിക്കുന്നത് അവർക്കേ കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഷിജിനും ലൊലീറ്റയും ഔട്ടാവുന്നു മൂന്നാമത്. അത് കഴിഞ്ഞ് നാലാമത് നമ്മുടെ രാകേഷും ശ്യാമും. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ജഡ്ജസ് പറയുന്നുണ്ട്, ഒരു കൈ നിവർത്തി പിടിച്ച് വേണം നിൽക്കാൻ, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷിജുലാലും ഷാമോനും ഔട്ടാകുകയാണ്. അവിടെ ഷിജുലാൽ ഫൗള് കളിച്ചു, കാരണം ഷിജുലാലിൻ്റെ കൈ നേരെ പിടിക്കാൻ വന്ന സമയത്ത് ഷിജുലാൽ താഴ്ത്തി. അങ്ങനെയാണ് ഷിജുലാൽ ഷാമോനും ഔട്ടാവുന്നത്. പിന്നെ നമ്മുടെ ഇതിനകത്ത് ജയിക്കുന്നത് നമ്മുടെ എൽദോയും ഷിബിനയുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൽദോ ഷിബിനെ എടുത്തുകൊണ്ടാണ് നിന്നത്. അതുകൊണ്ട് തന്നെ ഷിബിനയ്ക്കാണ് എന്ത് കിട്ടുന്നത്? പവർ കിട്ടുന്നത്, ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടുന്നത്. ഓക്കെ, ഇപ്പം ഇതിനകത്ത് വേണമെങ്കിൽ ഈ എൽദോയ്ക്ക് വേണമെങ്കിൽ താഴെ കളയായിരുന്നു. അതായത് നമുക്കിപ്പോൾ ജയിച്ചാലും കിട്ടത്തില്ല, ഇപ്പോൾ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആൾക്ക് കിട്ടത്തില്ലെന്ന് പറയുമ്പോൾ അവരെ തോപ്പിക്കാൻ നോക്കാം. പക്ഷെ ഇവിടെ എൽദോ എന്ന് വെച്ചാൽ ലാസ്റ്റ് വരെയും ഈ ഷിബിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് നിർത്തി കേട്ടോ. കാരണം അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് പുറത്തോട്ട് പോകുമ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു കാര്യം വരുമ്പം ഇപ്പം എൽദോ താഴെ നിർത്തിയാലും എന്ത് പറയും? കണ്ടോ, അങ്ങനെ ഒരു മനുഷ്യത്വം ഇല്ലായ്മ പുറത്ത് പറയും. അങ്ങനെയും കൂടെ വെച്ചിട്ടാണ് ഇവിടെ പലരും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഇരുന്നത്. അങ്ങനെ ഷിബിനെയും എൽദോയുമാണ് ജയിച്ചത്. ഷിബിനയ്ക്കാണ് ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടുന്നത്.
നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് റാങ്കിങ് ടാസ്ക് കൊടുക്കുകയാണ്. 1 മുതൽ 12 വരെ സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ബിഗ് ബോസിലെ ഇതുവരെയുള്ള അഗ്നിപരീക്ഷയിലെ പ്രകടനങ്ങൾ വിലയിരുത്തിയിട്ട് അവർ തന്നെ അവർക്ക് റാങ്ക് ഇത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് കഴിഞ്ഞ ടാസ്കിൽ വിജയിച്ച ഷിബിനയും എൽദോയും ഇവർക്ക് ഒരു സ്ഥാനത്തിന് വേണ്ടിയായിരിക്കണം ഇവർ മത്സരിക്കേണ്ടത്. ഇവരുടെ കൈ രണ്ടും കെട്ടി ഇവർ ഒന്നാണെന്നുള്ള രീതിയിൽ ഒരു സ്ഥാനത്തിന് വേണ്ടിയായിരിക്കണം ഇവർ മത്സരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 1ാം സ്ഥാനത്തിന് വേണ്ടി നമ്മുടെ ഷിജുലാൽ, ഷിജിന്, അഫ്യാനാസ്, താഷി, പിന്നെ നമ്മുടെ ഷിബിനെ, എൽദോയും ഇവർ തമ്മിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. അവിടെ നിന്ന് ഭയങ്കര അടിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് താഷി മാറിപ്പോകുന്നുണ്ട്. പിന്നെ ഷിജുലാലും ഷിജിനും അഫ്യാനാസും ഷിബിനെയും എൽദോയും തമ്മിലായി. ഇതിനകത്ത് ഇന്നത്തെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇന്ന് എൽദോയാണ് ആ ഒരു റാങ്കിങ് ടാസ്കിൽ നല്ല രീതിയിൽ സംസാരിച്ചത്. അതായത് എൽദോയ്ക്ക് പറയാൻ പോയിന്റും ഉണ്ടായിരുന്നു. കാരണം എൽദോ ഇത്രയും ഏറ്റവും കൂടുതൽ ടാസ്ക് വിജയിച്ചൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ കൂടുതൽ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എൽദോയ്ക്ക് പറയാൻ പോയിന്റുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എൽദോ ഒഴിച്ച് ബാക്കിയുള്ളവരെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അഫ്യാനാസ് ആയാലും ഷിജിനായാലും ഇവരൊക്കെ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അതായത് ഇവർ എന്തുകൊണ്ടാണ് ആ 1ാം സ്ഥാനത്ത് നിൽക്കാൻ ഏറ്റവും മറ്റുള്ളവരെക്കാട്ട് അർഹത ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഇവരവിടെ പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷേ ഇവർ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലാണ് കൂടുതൽ സംസാരിച്ചത്. ഞാൻ എൽദോയിൻ്റെ നെഗറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എൽദോൻ്റെ നമുക്ക് ഫേക്കാന്ന് ഫീൽ ചെയ്യും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എൽദോ ഇപ്പോൾ എന്ന് വെച്ചാൽ എൽദോൻ്റെ ഗ്രാഫ് നല്ല രീതിയിൽ ഉയരുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൽദോ ടാസ്കുകൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. മുമ്പേ എന്ന് വെച്ചാൽ എൽദോ അധികം സംസാരിക്കില്ല, ടാസ്കിൽ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് നിന്നിട്ട് അങ്ങനെ ചെയ്യുന്നൊരു ഇതായിരുന്നു. ഇപ്പം എൽദോ നല്ല രീതിയിൽ സംസാരിക്കുന്നുമുണ്ട്, പ്ലസ് ടാസ്കും നല്ല രീതിയിൽ ടാസ്കുകൾ നല്ല രീതിയിൽ ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ടാസ്കിലും എനിക്ക് എൽദോയാണ് ഈ ഒരു ടാസ്ക് നല്ല രീതിയിൽ ചെയ്തതായിട്ട് തോന്നിയത്. ഈ ടാസ്ക് മാത്രമല്ല, അതിന് മുമ്പ് ആ ഒരു തോളത്തെടുത്ത് വെക്കുന്ന ആ ഒരു ടാസ്കിലും ഏറ്റവും മികച്ചത് എൽദോ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ എൽദോ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. 2ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ലൊലീറ്റയും ശ്യാമും തമ്മിലായിരുന്നു അവിടെ ഭയങ്കര വഴക്ക് നടന്നുകൊണ്ടിരുന്നത്. 3ാം സ്ഥാനത്ത് രാകേഷും സോനയുമായിരുന്നു വഴക്ക്. 4ാം സ്ഥാനത്ത് ശ്യാമോൻ അവിടെ തന്നെ ആദ്യം തൊട്ടേ നിൽക്കുമായിരുന്നു. അപ്പോൾ അതവിടെ ഫിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് താഷി പോയി 5ാം സ്ഥാനത്ത് നിന്നു. അപ്പോൾ 4ാം സ്ഥാനത്ത് ശ്യാമോനും 5ാം സ്ഥാനത്ത് താഷിയും അവരവിടെ ഉറപ്പിച്ചു. അപ്പം ഇവിടെ 1ാം സ്ഥാനത്തിന് വേണ്ടി ഇത്രയും പേര് അടിയാകുമ്പം നമ്മുടെ ജഡ്ജസ് പറയുന്ന ഓരോരുത്തരായിട്ട് സംസാരിക്കുക. അപ്പം നമ്മുടെ ഈ ഷിജിൻ സംസാരിക്കുന്നുണ്ട്. ഷിജിന് ഒരാളെ അങ്ങനെ സംസാരിക്കാനുള്ള കഴിവ് കുറവാണ്. ഒരാൾക്കത് കൺവിൻസ് ആകത്തില്ല. ആൾ സംസാരിക്കുന്ന ആ പോയിന്റ് നമുക്ക് അത്ര ഇതാകത്തില്ല. അതുകൊണ്ട് തന്നെ ഷിജിൻ്റെ സംസാരം അത്ര നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് എൽദോ സംസാരിക്കുകയാണ്. എൽദോ ഇതുവരെ ചെയ്തിട്ടുള്ള നല്ല മനോബലമുണ്ട്. അതുപോലെ തന്നെ 3 തവണ എനിക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ടാസ്കിലും ഞാൻ അത്രയും ലാസ്റ്റ് വരെ എത്തി, എന്നിട്ട് ഞാൻ ഷിബിനയ്ക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് നേടിക്കൊടുത്തു എന്നുള്ള രീതിയിൽ കറക്റ്റ് പോയിന്റുകൾ എനിക്ക് തോന്നുന്നു അത് ബിഗ് ബോസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കുറേ സംസാരിക്കുക, അത് കറക്റ്റ് പോയിന്റ് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇവർ പോയിന്റ് മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ അതെല്ലാവരും ശ്രദ്ധിക്കും. എൽദോ ഇന്ന് അതാട്ടോ അവിടെ ചെയ്തത്. എൽദോ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ പിന്നെ നമ്മുടെ ഷിജുലാൽ സംസാരിക്കുന്നുണ്ട്. ഷിജുലാൽ ചുമ്മാ വഴക്കിടുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അഫ്യാനാസും മൊത്തം മറ്റുള്ളവർ, അതായത് ഷിജിൻ്റെ കുറ്റം, ഷിജുലാലിൻ്റെ ഇവരെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലാണ് അഫ്യാനാസ് സംസാരിച്ചത്. അപ്പോൾ രഞ്ജിന് ചോദിക്കുന്നുണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഷിജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പോലെ തന്നെ ഷിജിന് അങ്ങോട്ട് മനസ്സിലുള്ളത് പുറത്തോട്ട് വരുന്നില്ല. അതാണ് ഷിജിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഒത്തിരി പറയാനുണ്ട്, പക്ഷെ അത് നമുക്ക് കൺവിൻസ് ആകുന്നില്ല ആൾ സംസാരിക്കുമ്പോൾ. അതുപോലെ തന്നെ ഷിബിനെ നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൽദോടൊപ്പം തന്നെ എത്താനും ഷിബിനെ ശ്രമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ 2ാം സ്ഥാനത്തിന് വേണ്ടി ലൊലീറ്റ, ശ്യാമു, പൂജ ഇവർ അവിടെ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ലൊലീറ്റ സംസാരിച്ച കുഴപ്പമില്ല, ശ്യാമായാലും സംസാരിച്ച കുഴപ്പമില്ല, പക്ഷെ പൂജ നല്ല രീതിയിൽ സംസാരിച്ചു. അത് ആദ്യം നമുക്കൊരിത് തോന്നിയെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ലൊലീറ്റയായാലും ശ്യാമിനെയും അവിടെ അടിച്ചിരുത്തുന്ന രീതിയിലായിരുന്നു സംസാരം. ലൊലീറ്റയൊക്കെ നല്ലപോലെ വായടപ്പിക്കുന്ന രീതിയിൽ തന്നെ പൂജ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ 3ാം സ്ഥാനത്തിന് വേണ്ടി രാകേഷും സോനയുമാണ്. അപ്പം രാകേഷും സോനയും 3ാമത്തെ സ്ഥാനത്ത് വരുമ്പോൾ തന്നെ ഞാൻ വെച്ച് സോന ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ വലിയ സംസാരം നടക്കും എന്നുള്ളത്. അപ്പോൾ രാകേഷ് ആദ്യം സംസാരിക്കും. രാകേഷ് പറയുന്നത് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ആൾ ഓക്കെയാണ്, നല്ലൊരു ടാസ്കൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ എങ്കിൽ പോലും ആളുടെ ഗ്രാഫ് ശരിക്കും താഴ്ന്നു വരുവാണ്. കുറേ നമ്മൾ വളവള സംസാരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ ഇന്നും ആൾക്ക് നല്ല രീതിയിൽ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സോനയ്ക്ക് ഇത് എളുപ്പമായി. സോന എന്താ പറഞ്ഞത്, ഈ 11 പേരും ടാർഗറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. കറക്റ്റ് ഒരു പോയിന്റ് സോന അവിടെ പറഞ്ഞു. അതുപോലെ തന്നെ ആധികാരികമായിട്ട് ഇപ്പം നമ്മുടെ രാകേഷിന് സംസാരിക്കാൻ അറിയില്ല എന്നും പറഞ്ഞിട്ട് സോന അവിടെ കയറി വരികയാണ് ചെയ്തത്.
അത് കഴിഞ്ഞിട്ട് 5ാം സ്ഥാനത്ത് താഷി അവിടെ തന്നെ നിൽപ്പുണ്ട്. നമ്മുടെ 4ാം സ്ഥാനത്ത് ഷാമോനും നിൽപ്പുണ്ട്. ഷിജുലാൽ 1ാം സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് 6ാം സ്ഥാനത്ത് വന്ന് നിൽക്കുകയാണ്. കാരണം അവരുടെ സമയം തീരാറായി. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓരോ പൊസിഷനിൽ വന്ന് നിൽക്കാൻ ജഡ്ജസ് പറയുകയാണ്. അങ്ങനെ പൂജയും വന്ന് 7ാം സ്ഥാനത്ത് നിൽക്കുന്നു, രാകേഷ് വന്ന് 8ാം സ്ഥാനത്ത് നിൽക്കുന്നു, ലൊലീറ്റ വന്ന് 9ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഓക്കെ, അപ്പം 2ാം സ്ഥാനത്ത് ശ്യാമാണ് നിൽക്കുന്നത്, 3ാം സ്ഥാനത്ത് സോനയുമാണ് നിൽക്കുന്നത്. ഇപ്പോഴും 1ാം സ്ഥാനത്ത് അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അഫ്യാനാസ്, എൽദോ, ഷിബിന, പിന്നെ ഷിജിൻ, ഇവർ 4 പേരും അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ജഡ്ജസ് പറഞ്ഞു നിങ്ങളുടെ സമയം തീരാൻ പോവാണ്, നിങ്ങൾ മാറി നിൽക്കൂ, നിങ്ങൾ 4 പേരും ആ സ്ഥാനത്തുനിന്ന് മാറി നിൽക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഇവരൊരു തീരുമാനം ആകത്തോണ്ട് ഇവർ 4 പേരെ വെച്ചിട്ട് നമുക്കൊരു വോട്ടെടുപ്പ് നടത്താം എന്ന് പറയുകയാണ്. അങ്ങനെ വോട്ടെടുക്കുമ്പോൾ അഫ്യാനാസിന് ആര് സപ്പോർട്ട് ചെയ്യുന്നില്ല, 0 വോട്ടാണ് കിട്ടുന്നത്. ഷിജിനും 0 വോട്ടാണ് കിട്ടുന്നത്. എൽദോയ്ക്കും ഷിബിനയ്ക്കും 7 വോട്ട് വെച്ചിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഷിജിനെ ഏത് സ്ഥാനത്ത് വിടണമെന്ന് 12ാമത്തെ സ്ഥാനത്ത് വിടണമെന്ന് പറയുന്നു. അഫ്യാനാസിനെ 10ാമത്തെ സ്ഥാനത്തും വിടണമെന്ന് പറയുന്നുണ്ട്. ഇപ്പം എൽദോയും ഷിബിനയും അവിടെ നിന്നു, അവരെയാണ് എല്ലാവരും കൂടെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇതിനകത്ത് 11ാമത്തെ സ്ഥാനം വെറുതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇവർ 2 പേര്, എൽദോയിലും ഷിബിനയിലും ഒരാൾ അവിടെ പോകണം. അപ്പോൾ അത് ആര് തീരുമാനിക്കണം? ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് തന്നെ തീരുമാനിക്കണം. അങ്ങനെ എൽദോയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് എൽദോയ്ക്കാണ്. എൽദോയാണ് 1ാം സ്ഥാനത്ത് നിൽക്കാൻ അർഹരെന്നാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പറയുന്നത്. അങ്ങനെ എൽദോ 1ാം സ്ഥാനത്തും ഷിബിന 11ാമത്തെ സ്ഥാനത്തുമായിട്ടാണ് പോയത്. അപ്പോൾ ഇതിനകത്ത് 1ാമത് എൽദോ, 2ാമത് നമ്മുടെ ഷ്യാമു, 3ാമത് സോന, 4ാമത് ഷ്യാമോൻ, 5ാമത് താഷി, 6ാമത് ഷിജുലാൽ, 7ാമത് പൂജ, 8ാമത് രാകേഷ്, 9ാമത് ലൊലീറ്റ, 10ാമത് അഫിയാനാസ്, 11ാമത് ഷിബിന, 12ാമത് ഷിജിന്. ഇതിനകത്ത് 1, 2, 3 സ്ഥാനം വന്നവർക്ക് അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, അവർക്കൊരു പവറുണ്ട്. അത് ഇന്ന് പറയില്ല, നാളെ ആയിരിക്കും. അതൊരു വലിയൊരു പവർ എന്നാണ് നമ്മുടെ ജഡ്ജസ് പറഞ്ഞത്. അതെന്താണെന്ന് നമുക്ക് നാളെ കാത്തിരുന്ന് കാണാം. അത് കഴിഞ്ഞ് ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയ നമ്മുടെ ഷിബിനയ്ക്ക് ആൾക്ക് മൈ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കൊടുത്തേക്കാണ്, സ്വന്തമായിട്ട് സംസാരിക്കാൻ. ആൾ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. അപ്പോൾ നാളെ നമുക്ക് എന്താണെന്ന് കാത്തിരുന്ന് കാണാം. ചിലപ്പം എവിക്ഷൻ കാണുമായിരിക്കും. നാളെ ഇന്ന് എവിക്ഷൻ ഇല്ലായിരുന്നു, അപ്പോൾ ചിലപ്പോൾ നാളെ വീക്കെൻഡ് ആകുമ്പോൾ ചിലപ്പം കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, താങ്ക് യു.